നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ആണവ കേന്ദ്രം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പ് ഇറാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇപ്പോൾ കിട്ടിയത് കൊണ്ട് ഒന്നും തന്നെ ഒതുങ്ങാൻ പോകുന്നതല്ല തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണം എന്നാണ് ഇറാൻ ഇതിലൂടെ വിളിച്ചു പറയുന്നത്. തെളിവുകൾ അടക്കം നിരത്തിയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. തിരിച്ചെത്തുമോ എന്നറിയാതെയായിരുന്നു US സൈനികർ ഇറാനിലേക്ക് പറന്നതും ലക്ഷ്യം പൂർത്തീകരിച്ച് തിരിച്ചെത്തിയതും. ഇറാനിലെ ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു US ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ നടത്തിയത്. B2 ബോംബറുകളിൽ നിന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു ജൂൺ 22 ആക്രമണം. ഭൂമിക്കടിയിൽ ആഴത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഫോർദോ ആണവ നിലയത്തിന് 2 വഴികളാണ് ഉണ്ടായിരുന്നതായി US സൈന്യം അവകാശപ്പെടുന്നത്. ഓരോ പാതയ്ക്കും 3 ഷാഫ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു പ്രധാന ഷാഫ്റ്റിന് ഇരുവശത്തും 2 ചെറിയ ഷാഫ്റ്റുകൾ. ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ ഈ ഷാഫ്റ്റുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ചിരുന്നു. വർഷങ്ങൾ നീണ്ട പരീക്ഷണത്തിലൂടെയാണ് ആക്രമണ പദ്ധതിക്ക് അമേരിക്ക അന്തിമ രൂപം നൽകിയത്. ഇപ്പോൾ അതിനുശേഷം അമേരിക്കയുടെ ഈ ഒരു ലക്ഷ്യം പൂർണ്ണമായില്ലെന്നും എന്നാൽ അമേരിക്ക ലക്ഷ്യം കൈവരിച്ചുമെന്ന് 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നും ഇറാൻ വാദിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബിന് പോലും നശിപ്പിക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള ഒരു പുതിയ ആണവ കേന്ദ്രം ഇറാൻ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ B2 സ്റ്റെൽത്ത് ജെറ്റുകൾ ഇറാന്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ 30,000 പൗണ്ട് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ വർഷിച്ചതിന് ശേഷമാണ് പുതിയ സ്ഥലം ശ്രദ്ധയിൽപ്പെടുന്നത്. ആക്രമണം ഇറാന്റെ പദ്ധതിയെ പൂർണ്ണമായി തകർത്തു കളഞ്ഞുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോൾ 400 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് ഇറാൻ മാറ്റിയിരുന്നു. ഇക്കാര്യം ആണവ വിദഗ്ധരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ ആണവ വസ്തുക്കൾ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ് കൂഹ് ഇ കൊളാങ് ഗാസ് ല അഥവാ പിക്കാക്സ് പർവ്വതം എന്ന് അവർ പറയുന്നു. ഫോർദോവിൽ നിന്ന് ഏകദേശം 145 കിലോമീറ്റർ തെക്കും മധ്യ ഇസ്ഫഹാൻ പ്രവിശ്യയിലെ നദാൻസ് ആണവ കേന്ദ്രത്തിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ മാത്രം അകലെയുള്ള പിക്കാക്സ് പർവ്വതത്തിലേക്ക് ഇറാൻ ആഴത്തിൽ നിർമ്മാണം നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇറാൻ രഹസ്യമായി സൈറ്റ് വികസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് ദി ടെലിഗ്രാഫ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. 2023 പ്ലാനറ്റ് ലാബ്സ് PBCയിൽ നിന്നുള്ള ഫോട്ടോകളും വീഡിയോകളും വിശകലനം ചെയ്ത ശേഷം ഇറാൻ കൂഹ് ഇ കൊളാങ് ഗാസ് ലയിലേക്ക് തുരങ്കങ്ങൾ കുഴിക്കുകയാണെന്ന് അസോസിയേറ്റഡ് പ്രസ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നദാൻസിന് ചുറ്റുമുള്ള പർവ്വത നിരകളിലെ ഒരു കൊടുമുടിയായ പിക്കാക്സിന് 5000 അടിയിലധികം ഉയരമുണ്ട്. ഇറാൻ പർവ്വത നിരയിലേക്ക് 4 പ്രവേശന കവാടങ്ങൾ കുഴിച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണം കിഴക്ക് ഭാഗത്തും 2 എണ്ണം പടിഞ്ഞാറ് ഭാഗത്തുമാണ്. ഓരോ തുരങ്ക പ്രവേശന കവാടത്തിനും 6 മീറ്റർ വീതിയും 8 മീറ്റർ ഉയരവുമുണ്ടെന്ന് AP റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയുടെ ഏറ്റവും പ്രധാന ആണവ നിലയമായ ഫോർദോയ്ക്ക് 2 തുരങ്ക പ്രവേശന കവാടങ്ങൾ മാത്രമേ ഉള്ളൂ. ഫോർദോ ഭൂമിക്കടിയിൽ 60 മുതൽ 90 മീറ്റർ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പിക്കാക്സ് പർവ്വതത്തിന് താഴെയുള്ള ഇറാന്റെ പുതിയ ആണവ നിലയം 100 മീറ്റർ താഴ്ചയിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് ഭൂഗർഭ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വികസിപ്പിച്ചെടുത്ത അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബിന്റെ ഫലപ്രാപ്തി കുറയ്ക്കുകയും 2009 ഇറാൻ രഹസ്യമായി നിർമ്മിച്ച ഫോർദോ ആണവ കേന്ദ്രത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ വിവിധ ഇന്റലിജൻസ് ഗ്രൂപ്പുകൾ പുറലോകത്ത് എത്തിച്ചതോടെ 60 മീറ്റർ അതായത് ഏകദേശം 200 അടി ഭൂമിയിലേക്ക് തുളച്ചു കയറാൻ കഴിയുന്ന GBU-57 ബോംബ് അമേരിക്ക നിർമ്മിച്ചു. അതിനാൽ ഇറാൻ പുതിയതായി നിർമ്മിക്കുന്ന ആണവ നിലയത്തിന്റെ ആഴം സംബന്ധിച്ച് അമേരിക്കയ്ക്ക് പോലും ഒരു ആശങ്കയുണ്ട്. ഒരു സാധാരണ ബങ്കർ ബസ്റ്റർ ബോംബ് പോലുള്ള പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇനി ഈ പുതിയ ആണവ കോട്ട നശിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ജെയിംസ് മാർട്ടിൻ സെന്റർ ഫോർ നോൺ പ്രൊലിഫറേഷൻ സ്റ്റഡീസിലെ ഗവേഷണ അസോസിയേറ്റായ സ്റ്റീവൻ ഡി ലാക്ക് പറഞ്ഞിരിക്കുന്നത്. പിക്കാക്സ് പർവ്വതത്തിലെ പദ്ധതിയുടെ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ ഇറാന് ഈ സൗകര്യം സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കാൻ മാത്രമല്ല യുറേനിയം സമ്പുഷ്ടമാക്കാനും ഉപയോഗിക്കാമെന്ന് വിദഗ്ധർ ആശങ്കപ്പെടുന്നു. അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദം ഉണ്ടായിരുന്നിട്ടും തെളിവുകൾ മറിച്ചാണ് സൂചിപ്പിക്കുന്നത്.
അമേരിക്കയുടെ ആക്രമണം ഇറാൻ ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കുറച്ചു കാലതാമസം പിടിക്കുമെന്നും ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ 400 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും ഇറാന്റെ കൈവശം സുരക്ഷിതമായി തന്നെയുണ്ട്. അമേരിക്ക ആക്രമണം നടത്തുന്നതിന് മുൻപുള്ള ഉപഗ്രഹ ചിത്രങ്ങളിൽ ഫോർദോ ആണവ നിലയത്തിന് പുറത്ത് 16 ട്രക്കുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അമേരിക്ക ആക്രമണം നടത്തിയതിനു ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങളിൽ 16 ട്രക്കുകളെ കാണാനില്ലായിരുന്നു. അതിനർത്ഥം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റിയെന്നാണ്. ഇറാന്റെ കൈവശമുള്ള യുറേനിയത്തിന്റെ ഒരു ഭാഗം ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിലേക്കും ബാക്കി പിക്കാക്സിലേക്കും മാറ്റിയിട്ടുണ്ടാകാമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഏപ്രിലിൽ പിക്കാക്സ് പർവ്വതത്തിനടിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇറാനോട് ചോദിച്ചപ്പോൾ സ്വന്തം കാര്യം നോക്കാൻ തന്നോട് പറഞ്ഞതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി പറയുന്നു. ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള രാസപ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്നും ഗ്രോസി പറഞ്ഞു. പിക്കാക്സ് പ്ലാന്റിൽ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ച മറ്റ് ആണവ നിലയങ്ങളെ അപേക്ഷിച്ച് ഈ പുതിയ ഭൂഗർഭ തുരങ്കം കൂടുതൽ സുരക്ഷിതമായിരിക്കുമെന്ന് ദിസാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പിക്കാക്സിലേക്കോ മറ്റേതെങ്കിലും അജ്ഞാത സൗകര്യത്തിലേക്കോ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം കടത്തിയിട്ടുണ്ടാകാമെന്ന് ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസിയിലെ ബെൻ തലേബ്ലു ഫിനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞു. പിക്കാക്സ് പർവ്വതത്തിലെ പുതിയ തുരങ്ക സമുച്ചയത്തിൽ ഇറാന് രഹസ്യമായി ആയിരക്കണക്കിന് നൂതന സെൻട്രിഫ്യൂജുകൾ വിന്യസിക്കാൻ കഴിയുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി അഭിപ്രായപ്പെടുന്നു. മറ്റ് ആണവ നിലയങ്ങളിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടാലും ഇറാൻ അതിന്റെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ തുടരാൻ ഇത് അനുവദിക്കും. ചുരുക്കത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണം ഇറാൻ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഏതായാലും 15 വർഷത്തോളമായി ഫോർദോയിൽ ആണവ കേന്ദ്രത്തെ നിരീക്ഷിച്ചിരുന്ന ഡിഫൻസ് ത്രെറ്റ് റിഡക്ഷൻ ഏജൻസിയിലെ 2 ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് ആക്രമണ പദ്ധതി നടപ്പിലാക്കിയത്. 15 വർഷത്തെ ഗവേഷണ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ബോംബ് വികസിപ്പിച്ചതെന്ന് ജനറൽ കെയ്ൻ പറഞ്ഞു. തുടർന്ന് വികസന കാലഘട്ടത്തിലെടുത്ത വീഡിയോ ദൃശ്യങ്ങളും ഉപയോഗിച്ചാണ് എന്താണ് ഫോർദോയിൽ സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. ഏതായാലും പുതിയൊരു ആണവ കേന്ദ്രങ്ങൾ കൂടി ഇപ്പോൾ ഇറാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും അതീവ രഹസ്യമായിട്ട്. അങ്ങനെയെങ്കിൽ വരും വർഷങ്ങളിൽ, ഒരുപക്ഷെ വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും ഇറാന് നേരെ വീണ്ടും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വീണ്ടും ഒരു ആണവ കേന്ദ്രത്തിലോ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നദാൻസിനെ കുറിച്ചും ഇസ്ഫഹാനെ കുറിച്ചും ഉദ്യോഗസ്ഥർ പ്രതികരിക്കാൻ തയ്യാറായില്ല. US ആക്രമണം ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയെങ്കിലും ഇറാന്റെ ആണവശേഷി നശിപ്പിച്ചില്ലെന്നും ആണവ പദ്ധതികൾ ഏതാനും മാസത്തേക്ക് വൈകിപ്പിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നുള്ള രഹസ്യ പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ടിനെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ഡാൻ കെയ്നും തള്ളി. റിപ്പോർട്ടിന് വിശ്വാസ്യത കുറവാണെന്നും വിവരങ്ങളിൽ ന്യൂനതയുണ്ടെന്നും പീറ്റ് ഹെക്സത്ത് പറഞ്ഞു. അവിടെ നിന്ന് യുറേനിയം ഇറാൻ മാറ്റിയിട്ടില്ലെന്ന് ട്രംപ് ട്രൂത്ത് പോസ്റ്റിലൂടെ വിശദീകരിച്ചു.